വിമൻസ് ഡേ നമ്മുടെ വർഷത്തിൽ ഒരിക്കലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ശരിക്കും വിമൻസിന് ഒരു ദിവസം മതിയോ സെലിബ്രേറ്റ് ചെയ്യുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി 364 ദിവസം ആണുങ്ങളാണോ സെലിബ്രേറ്റ് ചെയ്യുന്നത്? അതിനെക്കാളും നല്ലത് രണ്ടുപേർക്കും കൂടെ ചേർന്ന് ലെറ്റ്സ് സെലിബ്രേറ്റ് ലൈഫ് ടുഗദർ. അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾക്ക് എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീകൾക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണമെങ്കിൽ ആണുങ്ങളാണ്. അത് അച്ഛനായാലും ബ്രദർ ആയാലും ഹസ്ബൻഡ് ആയാലും മക്കളായാലും വേണം. ആണുങ്ങളില്ലാതെ ഒരു രസവും ഇല്ല. മിനിമം ആയി നോക്കുകയാണെങ്കിൽ ആണുങ്ങൾ വേണം അല്ലേ? എതിരഭിപ്രായം ഉണ്ടോ? അതേപോലെ തന്നെ നമ്മളില്ലാതെ ആണുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ ലീഡ് ചെയ്യുന്ന രണ്ടുപേരും താമസിക്കുന്ന ഒരു വേൾഡാണ് എപ്പോഴും ബ്യൂട്ടിഫുൾ. ഇപ്പോൾ നേരത്തെ ഡോക്ടർ നിഷ വന്ന് സംസാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് മൈക്ക് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ആരും പറയാതെ ഡോക്ടറുടെ ഹസ്ബൻഡ് വന്നത് കറക്റ്റ് ചെയ്തേ. അപ്പൊ ശരിക്കും ഒരു സ്ത്രീ സക്സസ്ഫുൾ എപ്പോഴാണ് ആവുന്നത്? കൂടെ നിൽക്കുന്ന ആണുങ്ങൾ അവർ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളുടെ ഡേ ആണ് വിമൻസ് ഡേ എങ്കിൽ ആ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിലുള്ള പുരുഷന്മാരെ കൂടുതൽ റെസ്പെക്ട് ചെയ്യുക, ലവ് ചെയ്യാന്നുള്ളതാണ്. ആണോ? അല്ലേ? ആരും സമ്മതിക്കുന്നില്ലേ? ഇതൊരു വൺ സൈഡഡ് ടോക്കാണ്. എനിക്ക് ഭയങ്കര ബോറായിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഡോക്ടർ വന്ന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സും ഹെൽത്തിൻ്റെ പ്രോബ്ലംസും ഒക്കെ പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അതേപോലെ തന്നെ മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ളൊരു കൺസൾട്ടേഷൻ ടൈമാണിപ്പോൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാനത് പറഞ്ഞു തരുന്നതാണ്. ഒരു ചോദ്യം നിങ്ങൾക്കായിട്ട് ഞാൻ ചോദിക്കുന്നു. നിങ്ങൾക്ക് ലൈഫിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു 2 പേരുടെ പേര് പറയണം, അല്ലെങ്കിൽ അവരുടെ റിലേഷൻ പറഞ്ഞാലും മതി. ഒന്ന് പറയാമോ? എന്നെ ഇഷ്ടം അല്ല എൻ്റെ മോളെ ഇഷ്ടം. രണ്ടുപേരല്ലേ പറഞ്ഞുള്ളൂ. ആ, തൽക്കാലം 2 മതി. എന്താണ്? എൻ്റെ ഹസ്ബൻഡും മോളും. ഓക്കെ. സാറിനാരെയും ഇഷ്ടം? ആ, പബ്ലിക്കലി പറയാൻ പറ്റുന്ന. കാരണം അതെ, ഏറ്റവും ആദ്യം നമ്മൾ ഇഷ്ടപ്പെട്ടത് നമ്മൾ തന്നെയാണ്. കാരണം നമ്മളെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്കും ആ സ്നേഹം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ സെൽഫിഷ് ആയിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മൾ നമ്മളെ പറ്റി തന്നെ വിചാരിക്കണം. വിമൻസ് ഡേ ആദ്യം സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയതിന്റെ ഉദ്ദേശവും ഇത് തന്നെയാണ്. സ്ത്രീകൾ എപ്പോഴും, പണ്ടത്തെ സ്ത്രീകൾ പ്രത്യേകിച്ചും, അവരെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് സ്വയം ജീവിക്കാൻ മറന്നുപോയ ഒരു കമ്മ്യൂണിറ്റി ആയി തുടങ്ങിയപ്പോൾ ഒരു ദിവസം അവരെ സ്വയം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിമൻസ് ഡേ തുടങ്ങിയത്. ഇപ്പം അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റേഴ്സ് ആയിട്ടും വീഡിയോസ് ആയിട്ടും ഒക്കെ പലരും കാണിക്കുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് ജസ്റ്റ് എ റിമൈൻഡർ ടു ടെൽ യു ദാറ്റ് വി ആർ അലൈവ് ആൻഡ് വി ഷുഡ് ലീവ് അവർ ലൈഫ് എവറി ഡേ. അത്രേ ഉള്ളൂ അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ശരീരത്തിന് നമ്മൾ പൊന്നു പോലെ നോക്കണം. ഞാൻ ചെയ്യുന്ന പോലെ നല്ല ഭക്ഷണം കഴിച്ച് കൊഴുത്ത് കഴിച്ചിട്ട്, പിന്നെ അത് വേണ്ട കുറച്ച് 0 സൈസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ജിമ്മിൽ പോകാം. ഈ ബിൽഡിങ്ങിലെ ജിം എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പോയി ശീലമുള്ളവരാരും ഉണ്ടെങ്കിൽ ഡയറക്ഷൻസ് പോകാൻ താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ അതായത് നമ്മൾ ഹാപ്പി ആയി വെക്കുന്ന എന്താണോ ഉള്ളത് ലൈഫിൽ അത് ചെയ്യാൻ ശ്രമിക്കുക. കൂട്ടത്തിൽ നമ്മൾ കുറച്ച് പരദൂഷണമൊക്കെ പറഞ്ഞാലും മറ്റുള്ളവർ പറയാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ അവരുടെ ആരോഗ്യം ഒരുപോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ശരീരത്തിനെ പറ്റി പറയുമ്പോൾ ഇന്ന് ഡോക്ടർ വന്നതിന് ഒരു പ്രത്യേക കാര്യം കൂടെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ പല ഓർഗൻസ് ഉണ്ട് ശരീരത്തിൽ. അതിൽ ഏറ്റവും മെന്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനാണ് ലങ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രീത്തിങ് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി നമ്മുടെ ഇമോഷൻസ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രീത്തിങ് പെട്ടെന്ന് ഫാസ്റ്റ് ആവും. അതേപോലെ നമ്മൾ സ്ലീപ്പിലേക്ക് പോകുമ്പോൾ, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് ബ്രീത്ത് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്കൊരു ഇമോഷൻ ഇല്ലാതിരിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഉറങ്ങണം തോന്നുകയാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൂർക്കം വലിക്കുന്ന ഒരു ബ്രീത്തിങ് പാറ്റേൺ ഉണ്ട്, വളരെ സ്ലോ ആയിട്ടുള്ളത്. ആ ബ്രീത്തിങ് പാറ്റേൺ നമ്മൾ മിറർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി വിചാരിക്കുക ഉറങ്ങാൻ സമയം, അങ്ങനെ ഉറങ്ങിപ്പോകും. അപ്പം മൈൻഡും നമ്മൾ കാണുന്ന ശരീരവും നമുക്ക് കാണാൻ സാധിക്കാത്ത മൈൻഡും എപ്പോഴും കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ നല്ല ഡീപ്പ് ബ്രെത്ത് എടുത്ത് നമ്മുടെ ലങ്സിനെ ഭയങ്കര സ്ട്രോങ് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ പറ്റും. പിന്നെ
എത്രയൊക്കെ നമ്മൾ ലോജിക്ക് പറഞ്ഞാലും ചില സിറ്റുവേഷനിൽ നമുക്ക് ഭയങ്കര ദേഷ്യം വരും, പെട്ടെന്ന് വിഷമം വരും, നമുക്ക് കരയണം തോന്നും, ചിലപ്പോൾ നമുക്ക് ദേഷ്യം വന്നിട്ട് അടുത്ത് നിൽക്കുന്ന ആളെ പിടിച്ച് കിണറ്റിലിടാനൊക്കെ തോന്നും. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഏതൊരു നെഗറ്റീവ് ഇമോഷൻ, ദേഷ്യം ആയിക്കോട്ടെ, വിഷമമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടേക്ക് എ ഡീപ് ബ്രെത്ത്. ശ്വാസം ഉള്ളിലേക്ക് മാക്സിമം വലിച്ചെടുത്തിട്ട് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ കൗണ്ട് ചെയ്യുക. 1 2 ഫാസ്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യുന്നത്, എത്ര സ്ലോ ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുമോ അത്രയും സ്ലോ ആയിട്ട് കൗണ്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് തോന്നുകയാണ് ഇനി ശ്വാസം പിടിച്ചാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനം ആവും എന്നുള്ള ഒരു തോന്നൽ വരുമ്പോൾ നമ്മൾ പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ 3 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ഇമോഷൻ, അത് എത്ര നെഗറ്റീവ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് ഓട്ടോമാറ്റിക്കലി നമുക്കങ്ങ് മാറും, നമ്മൾ ന്യൂട്രലൈസ് ആവും. എന്നിട്ട് ഇനി ഇത് തിരിച്ചു വരണമെങ്കിൽ മിനിമം ഒരു 4 മണിക്കൂർ എടുക്കും. അപ്പോഴത്തേക്കും നമുക്ക് ലോജിക്കലി തിരിക്കാനുള്ള ടൈം കിട്ടും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതെന്തായാലും വർക്കൗട്ട്. ഇത് ഭയങ്കര വിഷമം. ചിലപ്പോൾ ഞങ്ങളുടെ അവിടെ കൗൺസിലിംഗ് സെഷനൊക്കെ ആൾക്കാർ വന്നിട്ട് അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സംസാരിക്കാൻ പറ്റാതെ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഇത് നിങ്ങൾ ചെയ്യും. അത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ കോള് തീരുന്നത് വരെ അവർ സമാധാനമായിട്ട് പറയും. ഈ പറയുന്ന കാര്യങ്ങളും ലൈഫിൽ വന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്, അതിനകത്തൊന്നും ചേഞ്ചസ് വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു സിമ്പിൾ ബ്രീതിങ് ടെക്നിക് വിൽ ഹെൽപ്പ് യു കൺട്രോൾ യുവർ ഇമോഷൻസ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. പിന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു സൂപ്പർ പവർ ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ഈ അയൺമാനൊക്കെ കുട്ടികളോട് ഇന്ന് ആരും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഒരു വൂണ്ടൊക്കെ വരികയാണെങ്കിൽ, ഒരു മുറിവൊക്കെ വരികയാണെങ്കിൽ കുറച്ച് നേരം നോക്കി വയ്ക്കുമ്പോൾ ആ വൂണ്ടൊക്കെ ഇങ്ങനെ തന്നെ താഴെ കീഴായി പിന്നെയും സൂപ്പറായിട്ട് വരും, അല്ലേ? അതാണ് ഈ സൂപ്പർ പവേഴ്സ് ഉള്ള മനുഷ്യരുടെ ഒരു പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ ആ പവർ നമുക്കും ഉണ്ട്. ആ ടൈം എന്താണെന്ന് അറിയാമോ? ഈ വൂണ്ട് ഇങ്ങനെ മുറിവൊക്കെ മാറി വരുന്ന ടൈം, അതാണ് നമ്മൾ ഉറങ്ങുന്ന സമയം. നമ്മൾ ഓരോ ദിവസം ഉറങ്ങുമ്പോഴും നമ്മളുടെ ഏജിങ് പ്രോസസ്സ്, ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മുടെ ശരീരത്തിൽ വന്ന എല്ലാ ഡാമേജും കംപ്ലീറ്റ്ലി അത് റിസ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയല്ലേ ഡോക്ടർ? അല്ല, കുറച്ചും കൂടെ വിവരമുണ്ട്. സോ തീർച്ചയായിട്ടും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഹെൽത്തി സ്ലീപ്പാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വരുന്ന ആ ഒരു ഏജിങ് പ്രോസസ്സ് കംപ്ലീറ്റ്ലി നമ്മൾ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങളിനി എത്ര ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടും, എത്ര മൾട്ടിവിറ്റമിൻ കഴിച്ചിട്ടും, എത്ര വെള്ളം കുടിച്ചിട്ടും, വെറുതെ ആരോഗ്യം കളഞ്ഞ് എക്സസൈസ് ചെയ്തിട്ടും ഒന്നും കാര്യമില്ല. നന്നായിട്ട് ഉറങ്ങണം. അപ്പോൾ അതുകൊണ്ട് ഉറക്കമാണ് നമുക്ക് നമ്മുടെ ബോഡിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ്. ഇനി ഉറങ്ങണം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ രാത്രി മുഴുവൻ എണീറ്റുന്ന TV കണ്ടിട്ട് രാവിലെ ഉച്ചവരെ കിടന്നുറങ്ങിയിട്ടാണ് ഞാൻ കറക്റ്റായിട്ട് എൻ്റെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ പാടില്ല. നമ്മൾ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന നൊക്ടേണൽ ആനിമൽസ് അല്ല. ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ രാവിലെ ജീവിക്കണം എന്ന ഉദ്ദേശമാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് രാവിലെ തന്നെയാണ് നമ്മൾ എണീറ്റിരിക്കേണ്ടത്. രാത്രി കിടന്ന് ഉറങ്ങുക തന്നെ ചെയ്യണം. അപ്പോൾ ഒരു 10-10:30 ഉറങ്ങി നമ്മൾ 5 മണിക്കോ 6 മണിക്കോ ഒക്കെ എണീക്കുന്നതാണ് ഒരു ഹെൽത്തി സ്ലീപ്പ് പാറ്റേൺ. ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ സ്വപ്നങ്ങളൊന്നും കാണാതെ, പേടിച്ച് കരയാതെ രാവിലെ എണീക്കുമ്പോൾ ടോട്ടലി ഫ്രഷ് ആയിട്ട് എണീക്കുന്നതാണ് പ്രോപ്പർ ഹെൽത്തി സ്ലീപ്പിംഗ് ഹാബിറ്റ്. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് തടസ്സമായിട്ട് എന്താണ് നിങ്ങളുടെ ലൈഫിലുള്ളത് അത് തീർച്ചയായിട്ടും മാറ്റിയിരിക്കണം. സ്ട്രെസ്സാണോ, നമ്മുടെ വീട്ടുകാരാണോ, നാട്ടുകാരാണോ, എന്താണെങ്കിലും നമുക്കത് ആവശ്യമില്ലാത്തൊരു സാധനമാണ്. അതിനെ മാറ്റി തന്നെ വയ്ക്കണം. മെൻ്റൽ ഹെൽത്തിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോഴും നമ്മുടെ ഇടയിൽ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് ഒരു വല്ലാത്ത സ്റ്റിഗ്മ നടപ്പുണ്ട്. നമുക്ക് വയ്യെങ്കിൽ നമ്മൾ ഉടനെ കൈ ഒടിഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടും. പക്ഷെ ആർക്കെങ്കിലും ഒരു ഡിപ്രഷനോ ആൻസൈറ്റിയോ ഉണ്ടെങ്കിൽ അത് പറയുകയില്ല. പകരം ആരെയും ചോദിച്ചാൽ പോലും എനിക്ക് ഡിപ്രഷനൊന്നുമില്ല, അത് അപ്പുറത്താക്കുവാണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ കാണുന്ന ശരീരത്തിനെ കൺട്രോൾ ചെയ്യുന്നത് കാണാത്ത മനസ്സാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഗെറ്റ് ടുഗദറിൽ ചോദിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അതർവൈസ് നമ്മുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എൻ്റെ നമ്മുടെ ഗ്രൂപ്പിലോ ഉള്ള പേഴ്സണലി വേണമെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ പറയുന്ന കാര്യം ഞാനും സീക്രട്ടായിട്ട് തന്നെ വെച്ചേക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഒരു ഹാപ്പി വിമൻസ് ഡേ. A great thank you to all the men supporting all the women.